കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾക്കും ശേഷാൽ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ ആദരണീയരായ ഏറ്റവും ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും വിശേഷാൽ ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ രാജു പൂക്കാല അവറുകൾ കുടുംബം, പ്രിയ കർത്താവിൻ്റെ ദാസൻ ജിബിൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ രാത്രി അറിയിക്കുന്നു. കർത്താവിൽ വളരെ വാത്സല്യമുള്ള കൊച്ചുമോൻ ചാൻ ഇന്ന് രാത്രി ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ കർത്താവിൽ പരിചയമുള്ള കർത്തൃദാസന്മാർ, ദൈവമക്കൾ പലരും ഇവിടെയുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എളിയവനെയും കൂടെ ശുശ്രൂഷയ്ക്കൊരു പങ്കാളിത്തം ഉണ്ടാകുവാനായിട്ട് ഉള്ള ആത്മീയ സഹകരണത്തിൽ ഏറ്റവും അടുത്ത IPC സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെയും കൂടെ ക്ഷണിച്ചതിന് എനിക്ക് സഭയോട്, കർത്താവിൻ്റെ ദാസന്മാരോട്, എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രഗത്ഭരായ ശക്തന്മാരായ ദൈവഭൃത്യന്മാരാണ് വരും ദിവസങ്ങളിലും ഇതുവരെ വന്നുപോയ കർത്തൃദാസന്മാർ. എളിവനും ഒന്നിച്ച് നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ ലഭിക്കപ്പെട്ട ഈ നല്ല സാവകാശത്തിനായി കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് നൽകിയ ഒരു ആത്മീയ ദൂതായിരുന്നു രാവിലെ ഞാൻ ഓർപ്പിച്ചിരുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനം എന്നുള്ളൊരു വിഷയം, ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനം എന്നുള്ളൊരു വെളിപ്പാട് കർത്താവ് എനിക്ക് നൽകി. ആ സഞ്ചരിക്കുന്ന സിംഹാസനം എന്തുകൊണ്ടാണ് അവിടെ വരുന്നത്, എന്തിനാണ് അങ്ങനെ സഞ്ചരിക്കുന്ന സിംഹാസനം എന്ന് ദൈവവചനത്തിൽ കൂടെ ഒന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അത് പഠന വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ആവശ്യമായ ദൂത് രാവിലെ സമയം നൽകുവാനിടയായി. ഞാനും ഉച്ച കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ചില പ്രിയപ്പെട്ടവർ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നെയും വിളിച്ച് ആ മെസ്സേജ് കേട്ടത് സന്തോഷത്തോടെ അറിയിപ്പാനായിട്ടിടയായി. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മീഡിയയിൽ കൂടെ ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രത്യേകാൽ വന്ദനത്തെ ഈ രാത്രി അറിയിക്കുന്നു. ഈ രാത്രിയും കർത്താവ് നമ്മോട് സംസാരിപ്പാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ ദൈവവചന ആത്മീയ ശുശ്രൂഷയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, എൻ്റെ വചനം അയക്കപ്പെടുന്ന വചനം വെറും വചനമായിട്ട് അത് മടങ്ങി വരത്തില്ല. ആ അയക്കപ്പെടുന്ന വചനം അതിൻ്റെ ക്രിയ ചെയ്തതിന് ശേഷം മാത്രമേ മടങ്ങി വരികയുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ 5-ാം ദിവസം രാവിലെ കേട്ട ദൂത് നിങ്ങൾ മറക്കരുത്. സഞ്ചരിക്കുന്ന സിംഹാസനം ഇവിടെ ഹല്ലേലൂയ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ സിംഹാസനത്തിൽ നിന്നുള്ള ചില വിധികൾ പുറപ്പെട്ടിട്ടുണ്ട്. ഈ 21 ദിവസത്തെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ 5-ാം ദിവസം തന്നെ പ്രാർത്ഥനയുടെ ചില മറുപടികൾ ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് ഹൃദയംഗമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില വിധികളും അതേപോലെ തന്നെ ചില ഓർഡിനൻസുകളും അസാധാരണമായ നിലയിൽ ഹല്ലേലൂയ പിശാച് എതിർത്തുകൊണ്ടിരുന്ന, വൈരി എതിർത്തുകൊണ്ടിരുന്ന ചില വിഷയങ്ങളെ അതിജീവിച്ച് ചില ഓർഡിനൻസുകൾ ഹല്ലേലൂയ ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ മറുപടിയായി ഈ സഭയ്ക്കും സഭയിൽ ഇവിടെ വന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വിദൂരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അത് അനുഭവിപ്പാൻ കഴിയും. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രി മറ്റൊരു ആലോചനയാണ് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രേരണ നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം, ആ ഫസ്റ്റ് സെന്റൻസ് നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ. മതി. സ്തോത്രം. ഇത് ഓർത്തുകൊള്ളുക. ഈ ആത്മീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഓർപ്പിച്ചുണർത്തുക എന്നുള്ളത്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞേ, ഓർപ്പിച്ചുണർത്തുന്നു. ഇന്ന് രാത്രിയും ചില കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അങ്ങനെ ഒരു ആത്മനിയോഗമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്.
ഉച്ച കഴിഞ്ഞ് വൈകിയ സമയത്ത് കുറച്ചു നേരം പ്രാർത്ഥന ഇരുന്നപ്പോൾ അനവധി ആലോചനക ദൂതുകൾ എൻ്റെ ഉള്ളിൽ കൂടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത്, ഏറ്റവും ഒടുവിലായി പ്രകാശിപ്പിച്ച ഒരു ദൂതാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മൾ മറക്കാൻ സാധ്യതയുള്ളതും നമ്മൾ ഓർക്കേണ്ടതുമായ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഈ രാത്രി നിങ്ങളോട് പങ്കുവയ്പ്പാൻ കർത്താവിൽ ഞാൻ ഈ രാത്രി ശരണപ്പെടുകയാണ്. നാം ഓർക്കേണ്ട 5 കാര്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഓർക്കണം. ഇന്ന് രാത്രിയുള്ള മെസ്സേജ് ഓർക്കേണ്ട 5 കാര്യം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഓർക്കേണ്ട 5 കാര്യം. സ്തോത്രം. മറക്കരുത്, ഓർക്കേണ്ട 5 കാര്യം. ദൈവത്തിന് സ്തോത്രം. മറ്റു പലതും മറന്നാലും മറക്കരുതാത്ത 5 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ഈ രാത്രി സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു. ആ വാക്യം ഇനി ഒന്നുകൂടെ ഒന്ന് താഴോട്ട് വായിച്ചാട്ടെ. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, മറക്കരുതാത്ത ഒന്നാമത്തെ കാര്യം, എന്തെല്ലാം ജീവിതത്തിൽ മറന്നാലും മറക്കരുതാത്തൊരു കാര്യം, വീണ്ടെടുപ്പ് മറക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നാം ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത വിധങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത വഴികൾ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അതിന് കർത്താവ് അവലംബിച്ച രീതികൾ വ്യത്യസ്തമാണ്. നാം മറക്കരുതാത്ത ഒരു കാര്യമാണ് നമ്മുടെ വീണ്ടെടുപ്പിനെ മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു കാര്യമാണ്, വീണ്ടെടുപ്പിനെ ഓർക്കണം. സ്തോത്രം. എന്താ വീണ്ടെടുപ്പ്? എന്താ വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ ഇതൊരു കൺവെൻഷനല്ല, ഉപവാസ പ്രാർത്ഥനയാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം. ചില മാസങ്ങൾക്ക് മുമ്പ് അവിടെ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ നടന്നത്, സ്തോത്ര ക്രൂസൈഡ് നടന്നത്. ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. എന്താ വീണ്ടെടുപ്പെന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ സ്വയ കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പ്രത്യേക പരിതസ്ഥിതിയിലായിരുന്ന ഇടത്ത് നിന്ന്, സ്തോത്രം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം വിഭാവനം ചെയ്ത, ദൈവം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്ന്, ആ പദവിയിലേക്ക് മടക്കി നമ്മെ കൊണ്ടുവന്നാക്കിയതാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിലെല്ലാം മറന്നാലും മറക്കാൻ പറ്റാത്തൊരു കാര്യം വീണ്ടെടുപ്പും വീണ്ടെടുപ്പുകാരനെയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും അത് പറയുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനെ പോലൊരു വീണ്ടെടുപ്പുകാരൻ വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, രൂത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി ബോവസ് പറഞ്ഞു, ഇവളെ വീണ്ടെടുക്കാൻ ആർക്കെങ്കിലും മഹാലയിൽ താല്പര്യമുണ്ടോ? അതുവഴി പോയ പലർക്കും അതിന് അവകാശമുണ്ട്, സ്തോത്ര യോഗ്യതയുണ്ട്. പക്ഷെ അവരാരും രൂത്തിനെ വീണ്ടെടുത്തില്ല. പക്ഷെ ആരും വീണ്ടെടുക്കാനില്ലാതിരുന്ന സ്ഥാനത്താണ് ബോവസ് രൂത്തിനെ വീണ്ടെടുപ്പാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും നമ്മുടെ സ്വയരക്ഷ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം, ഇത് പറയുമ്പോൾ ഞാനൊന്ന് ഇറങ്ങി പറഞ്ഞോട്ടെ, അവിടെ യഥാർത്ഥത്തിൽ ദൈവമക്കളും ദൈവദാസന്മാരും ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, യഥാർത്ഥത്തിലുള്ള വീണ്ടെടുപ്പ് എന്നാ? ഞാൻ എപ്പോഴും ചോദിക്കാറ്, വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വ്യാഖ്യാനം അനുസരിച്ച് സഭായോഗത്തിന് വരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. സഭായോഗത്തിന് വന്നെങ്കിൽ ആളെവിടെ ഉണ്ട്? വിശ്വാസത്തിലാ. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ സഭായോഗത്തിന് വരുന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ക്രിസ്തു വിശ്വാസത്താൽ നിന്റെ ഉള്ളിലിരിക്കുന്നു. നീ ക്രിസ്തുവിലായിരിക്കുന്നുവോ, അതാ അതിന്റെ അർത്ഥം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഉപവസിക്കുന്നു, ആത്മീയ ശുശ്രൂഷകളിൽ സന്തോഷം കൊള്ളുന്നു, നല്ല കാര്യം, ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ അത് വീണ്ടെടുപ്പല്ല. ഒരുവൻ ക്രിസ്തുവിലാകുന്നതാണ് വീണ്ടെടുപ്പ്. രക്തം ചെവിടുക്കുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി അതുകൂടെ ഓടിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് നിങ്ങൾ മൗനമായിരിക്കുന്നതെന്നറിയാം. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് എവിടാ? വീണ്ടെടുക്കണമെങ്കിൽ നഷ്ടപ്പെട്ടല്ലോ. എവിടാ നഷ്ടപ്പെട്ടത്? ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടത്. ദൈവിക തൃത്വത്തിൻ്റെ കൂട്ടായ്മ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ആ തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് ആദമിനെ ഹൗവയും ദൈവം വിളിച്ചാക്കി വെച്ചിരുന്നത്. ആ കൂട്ടായ്മ നഷ്ടപ്പെട്ട്, ആ സാന്നിധ്യം നഷ്ടപ്പെട്ട്, സ്വയരക്ഷ കൊണ്ട് മടങ്ങി വരാൻ കഴിയാതിരുന്നപ്പോൾ അവനെ തേടി വെയിലാറിയപ്പോൾ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, കാൽവറിയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് നമ്മെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്ന, ആത്മാവിൽ എന്നെയും കർത്താവിനെയും ഒന്നാക്കി തീർത്ത, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി തന്നെ പ്രാപിച്ച് അവനിൽ ഇരിക്കാൻ സ്വോത്രകാഴ്ച ഹല്ലേലൂയ ഇട്ടത് നല്ലതാ, ദശാംശം കൊടുക്കുന്നത് നല്ലതാ, ഹല്ലേലൂയ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാ, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശുവിൽ നിനക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അടുത്ത വാക്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി, ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തിയാൽ എനിക്ക് ലഭിക്കപ്പെടുന്ന നീതിയല്ല. ന്യായ പ്രമാണത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന നീതി എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നീതിയാ. തെറ്റുപറ്റരുത്. 3 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ഭയങ്കര നീതിബോധമോ, ഭയങ്കര വിശുദ്ധിയുടെ പ്രസംഗമോ. പക്ഷേ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വിശുദ്ധി എന്തിയേ? സഭായോഗം കഴിയുമ്പോൾ വിശുദ്ധി എന്തിയേ? പ്രാർത്ഥന കഴിയുമ്പോൾ വിശുദ്ധി എന്തിയേ? അങ്ങനെ താൽക്കാലികമായ ഒരു സാന്നിധ്യത്തിലല്ല, താൽക്കാലികമായ ഒരു വീണ്ടെടുപ്പല്ല. നമ്മുടെ കൂട്ടായ്മ പിതാവുമായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനം, ഇന്ന് രാത്രി നിങ്ങൾ കൈയടിക്കാൻ വൈമനസ്യം കാണിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. അർദ്ധരാത്രിയുടെ യാമത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും വീണ്ടെടുപ്പിന്റെ ബോധം അന്തരാത്മാവിൽ ഭരിക്കപ്പെട്ടപ്പോൾ അവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയെന്ന് വായിക്കുന്നത് പോലെ ഈ രാത്രിയും ദൈവത്തെ പരിസരം മറന്ന് സ്തുതിക്കുമ്പോൾ, പരിസരം മറന്ന് ആരാധിക്കുമ്പോൾ, ഒരു വിടുതലും ആഗ്രഹിച്ചല്ല, ഒരു നന്മയും ആഗ്രഹിച്ചല്ല, മറിച്ച് വീണ്ടെടുപ്പിന്റെ സന്തോഷമോർത്ത്, വീണ്ടെടുപ്പുകാരനോടുള്ള സ്നേഹമോർത്ത് ഈ രാത്രി നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, പൗലോസും സീലാസും ആരാധിച്ചതൊന്നും ചെങ്ങല അഴിയാനല്ല. അതൊക്കെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ചെങ്ങല അഴിയാനല്ല അവർ ആരാധിച്ചത്. ആരാധിക്കുമ്പോൾ ചെങ്ങല അഴിയുമെന്നുള്ളത് സത്യമാണ്. ആരാധനയിൽ സൗഖ്യമുണ്ടെന്നുള്ളത് സത്യമാണ്. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ല, ഇന്നലെ പകൽ എൻ്റെ ഒരു സ്നേഹിതന്റെ വിഷയമായിട്ട് അല്പദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. ശരീരത്തിൽ വളരെ ബലഹീനനായിട്ട് ഞാൻ വന്നത്. ഹല്ലേലൂയ, അത് ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, എനിക്കൊരു വിഷമമാണെന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ല. പക്ഷെ ബലഹീനതയിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു ദൈവകൃപയുണ്ട്. നിന്റെ രോഗത്തിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു സൗഖ്യമുണ്ട്. ഈ രാത്രി അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ, നിന്റെ അസ്ഥികടമേൽ, മാംസപേശികടമേൽ, ഞരമ്പുകടമേൽ ഈ രാത്രി അത്ഭുതകരമായ ഒരു സൗഖ്യത്തിന്റെ ശക്തി കാൽവറി നാഥൻ വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തുവിൽ കൂടെ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുന്ന ഒരു സൗഖ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ കരമടിച്ചവനെ സ്തുതിക്കട്ടെ. ചാടുന്നത് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, മനസ്സിന്റെ ഭാരങ്ങളെ മാറ്റുന്നവൻ ഈ രാത്രി നമ്മുടെ നടുവിൽ വീണ്ടെടുപ്പുകാരൻ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഏറ്റവും വലിയ സന്തോഷം വീണ്ടെടുപ്പിന്റെ സന്തോഷമാണ്. ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷമാണ്. ഞാൻ ഒരു കാര്യം പറയാം, മറ്റൊന്നിലും
ഉപവാസ പ്രാർത്ഥനയാണല്ലോ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ദൂത. ജോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് എന്തോ വന്നു? ചൈതന്യം വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം വരും, കൈയടിക്കും, ഞാനും കൈയടിക്കും, ദൈവത്തെ സ്തുതിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതല്ല ഏറ്റവും വലിയ സന്തോഷം. വീണ്ടെടുപ്പിന്റെ സന്തോഷമാണ്, ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷമാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടാലും പോകാത്ത ഒന്നുണ്ട്, പോകാത്ത ഒരു സന്തോഷമുണ്ട്, അത് നിത്യജീവനാണ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി തന്നെ പ്രാപിച്ച് അവനിൽ ഇരിപ്പാനും അവന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സന്തോഷത്തോടെ അല്പസമയം കരങ്ങൾ അടിച്ച് ആത്മനിറവിൽ പ്രയർ സെന്റർ സഭയോട് ഞാൻ പറയുക, അതിനേക്കാൾ വലിയ സന്തോഷം കൊച്ചുമോനിച്ചാനെ, ഏറ്റവും വലിയ സന്തോഷം വീണ്ടെടുപ്പിന്റെ സന്തോഷമാണ് കേട്ടോ. അതോട് കൂടെയാ അവൻ സകലതും തരുന്നത്. ഈ രാത്രി ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം ദൈവം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും? നമ്മൾ ഒന്നാമത് ഓർക്കേണ്ടത് വീണ്ടെടുപ്പിനെയാ. ഈ കൂട്ടായ്മയിലേക്ക് വന്നല്ലോ. ദൈവദാസന്മാരെന്ന് നിരാശപ്പെടാത്തതിന്റെ കാര്യം എന്നാ? കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ലാത്തപ്പോഴും ഒരു അമ്പയർ മാത്രം കൊണ്ടിരിക്കുമ്പോഴും സന്തോഷിക്കുന്നതിന്റെ കാരണം അവർ ഒറ്റയ്ക്കല്ലെന്ന് അവർക്കറിയാം. ഹല്ലേലൂയ. എൻ്റെ ഭാഷകളെ വാർദ്ധക്യത്തിലും എത്രയോ ഞാൻ അങ്ങനെയുള്ള ദൈവഭൃത്യന്മാരെയാണ് മാനിക്കുന്നത്. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലും പ്രത്യാശ കൈവിടാതെ, രക്ഷയുടെ സന്തോഷം കൈവിടാതെ അവരിയ്ക്കുന്നതിന്റെ കാരണം അവരെന്നെ ഏകനായി വിടുന്നവനല്ല. ദൂത് പുറകോട്ട് ദൂത് പറയാനുണ്ടായുണ്ട്. ഞാൻ ഇടയ്ക്ക് കയറി ഒരു ദൂത് പറയാം. ഒന്നും പറയാനില്ലേലും കുറെ പ്രായമായവരിവിടെ ഉണ്ടല്ലോ, സന്തോഷത്തോടെ പറയാം. ഇവിടുന്ന് പോകുമ്പോഴേ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് ലോകത്തിലെ ആർക്ക് പറയാൻ പറ്റും? അംബാനിക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തനും പറയാൻ പറ്റും, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഇവിടം വിട്ടാൽ എന്നെ പിടിക്കാൻ ഒരു കരം അവിടെ ഉണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ആ സന്തോഷത്തോടെ അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അല്പസമയം ആരാധിച്ച് ഈ രാത്രി ദൈവമക്കൾ ഒരു ദൈവിക വിടുതൽ, ഒരു അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ രക്തത്താലും വചനത്താലും രക്തത്താലും വചനത്താലും രക്തത്താലും വചനത്താലും രക്തത്താലും വചനത്താലും രക്തത്താലും വചനത്താലും നമ്മെ വീണ്ടെടുത്ത വഴി എത്ര വലുതാ കേട്ടോ. വെള്ളി പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത്. ഞാൻ മൗനമായിരിക്കാതെ എന്റെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് തന്നെ ആര് സ്തുതിച്ചില്ലെങ്കിലും സ്തുതിച്ചോട്. ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ള ചിലരുണ്ട്. ആര് സ്തുതിച്ചില്ലെങ്കിലും സ്തുതിക്കുന്നവരുണ്ട്. എല്ലാരും സ്തുതിക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്തുതിക്കാനല്ല ദൈവം നിന്നെ കണ്ടത്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. ആര് സ്തുതിച്ചില്ലെങ്കിലും ആര് വന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഒരൊറ്റ ദിവസം പോലും വീണ്ടെടുപ്പിനെ കുറിച്ച് ഓർക്കാതെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഓർക്കാതെ ഇരിക്കരുത് കേട്ടോ. സ്തോത്രം. ഈ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ബോധ്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നല്ലോ, പലരും നിന്റെ അടുക്കൽ കൂടെ പോയി, പക്ഷെ അവർക്കാർക്കും നിന്നോട് എന്തോ തോന്നിയില്ല, കരുണ തോന്നിയില്ല. പക്ഷെ ഈ വീണ്ടെടുപ്പുകാരൻ നിന്റെ അടുക്ക വന്നപ്പോൾ അവൻ വാഹന മൃഗത്തിൽ നിറങ്ങി,
ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ചില മുറിവുകളെ കെട്ടാൻ, ചില രോഗികളെ സൗഖ്യമാക്കാൻ, തൻ്റെ ജനത്തോടുകൂടെ സഹതപിക്കാൻ. അവൻ കരയുന്നവരോടുകൂടെ കരയുന്നവനാണ്. അവൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും, എൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും എന്നോട് കൂടെ ഇരിക്കുന്നവൻ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവകുഞ്ഞാട്, ഓ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവൻ മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. ഗ്ലോറി, ഗ്ലോറി. ഈ സ്വർഗത്തിലെ ഒരു ഗ്രൂപ്പാ. എബ്രായ ലേഖനം വായിക്കുമ്പോൾ, ഇതൊന്നും എൻ്റെ വിഷയമല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പ് എന്നുള്ളത് ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദൃശ്യമായ സഭയും അദൃശ്യമായ സഭയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു 150 പേരായിരിക്കാം, അല്ലെ 200 പേരായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ 200 പേരല്ല. ഇവിടെ ദൃശ്യമായി ഇത്രയും പേരാണെങ്കിൽ അദൃശ്യമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം. ഓ, മരിച്ചവരിൽ നിന്ന് ആദിജാതന്മാരായി എഴുന്നേറ്റിരിക്കുന്ന ചിലര്. എന്താ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ എഴുതിയിരിക്കുന്നേ? എടോ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ എത്രയോ പേരുണ്ട്, അല്ലേ? ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലേ? ഹല്ലേലൂയ. നയിലെ വിധവയുടെ മകൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. യായിറോസിന്റെ മകൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? യെരുശലേമിലുള്ള എത്രയോ വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. പക്ഷെ അവരാരും ആദിജാതന്മാരായിട്ടില്ല. അവരാരും ആദിജാതന്മാരായിട്ടില്ല. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവനെന്ന് നമ്മുടെ രക്ഷകനെ കുറിച്ച് പറയുവാൻ കഴിയുന്നതിന്റെ കാരണം അവൻ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇനി മരണം ഇല്ല. അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് മരണമില്ല. ഒന്നുറക്കെ പറഞ്ഞ് മരണമില്ല. നമുക്ക് ജീവിതമേ ഉള്ളൂ. ഹല്ലേലൂയ. ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവും. ഉറക്കെ പറഞ്ഞേ. ദൈവമക്കളുടെ ജീവിതത്തിൽ മരണമില്ല പ്രിയപ്പെട്ടവരെ. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ, ഉറക്കെ പറ, മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്തോ ചെയ്യത്തില്ല. ഉറക്കെ പറ, മരിക്കയില്ല, മരിച്ചാലും. കാരണം ബൈബിൾ പറയുന്നു, ജീവനിൽ നിന്ന് ജീവനിൽ കടക്കുകയാണ്. ഇന്ന് രാത്രി ജീവനുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ചിലര് പ്രസംഗത്തിന്റെ ഒക്കെ പോയിന്റ് വരുമ്പോൾ ഹല്ലേലൂയ പറയും. ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവൻ പ്രാപിച്ചവന് ഒരു പോയിന്റും വേണ്ട. എൻ്റെ കർത്താവേ, എനിക്കിവിടെ വരാൻ ദൈവം ഭാഗ്യം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം രാത്രി ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ, എന്നെ ശക്തീകരിച്ച ദൈവത്തിന്റെ കൃപ എത്ര വലുതാ. ഞാൻ ഈ കർത്താവിന്റെ ദാസനെ സ്നേഹിക്കുന്നതിന്റെ കാര്യം കൂടെ പറയാം. ഞാനിവിടെ വന്നതിന് ശേഷം തിരുവല്ലായി വന്നിട്ട് ആദ്യമായിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു ബാല്യക്കാരനായി ഹല്ലേലൂയ കൊട്ടാരക്കരയിൽ ഹല്ലേലൂയ സ്തോത്രം വളരുന്ന സന്ദർഭങ്ങളിൽ PYPയോടുള്ള ബന്ധത്തിൽ കർത്തൃദാസൻ അവിടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ പറയുമ്പോൾ മുന്നിലെ പായിലിരുന്ന്, മുന്നിൽ തറയിലിരുന്ന് മുകളിലോട്ട് നോക്കി. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ, ഞാൻ പൊക്കാൻ വേണ്ടി ഒന്നും പറയുകയല്ല കേട്ടോ, ഞാൻ ആ ദേവദാസനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പിടഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധി പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഈ സാന്നിധ്യം എനിക്ക് വേണം, ഈ അഭിഷേകം എനിക്ക് വേണം, ഈ രക്ഷകനെ എനിക്ക് വേണം, ഈ വീണ്ടെടുപ്പുകാരനെ എനിക്ക് വേണം. ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ഈ വീണ്ടെടുപ്പുകാരൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം മുഴുവനും അത്ഭുതമായിരിക്കും. ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചേ, ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ, ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. യേശുവിന്റെ രക്തം ചെമെടുക്കുക. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ദൂത് പറയാം. മരിച്ച ചിലതിനെ ജീവിപ്പിക്കുന്ന രാത്രിയായത്. വീണ്ടെടുപ്പുകാരൻ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് മരിച്ചു കിടക്കുന്ന ചില ആത്മീയമായി ജീവനുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. മരിച്ച മൃതാവസ്ഥയിൽ കിടക്കുന്നവരെ ജീവിപ്പിക്കുന്നവനാണ് യേശു കർത്താവ്. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ നമ്മൾ മറക്കരുതാത്ത
ഒന്നാമത്തെ പ്രഥമവും പ്രാധാന്യമുള്ളതായ ഒരു വിഷയമാണ്. ഉറക്കെ പറ, വീണ്ടെടുപ്പിനെ മറക്കരുത്. നമ്മളെയൊക്കെ വീണ്ടെടുത്ത വഴികൾ എത്ര വ്യത്യസ്തമാണ്. ഇന്ന് രാത്രി ചിലരോടൊക്കെ അടുത്ത് ഹൃദയത്തെ തൊട്ട് കേട്ടോ വെച്ചാ ദൂത് പറയുകയാണ്, വീണ്ടെടുത്ത വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. ഒരുവനായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങിച്ചെന്നാണ് അവൻ എന്തോ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഒരേപോലാണോ? നമ്മുടെ എല്ലാവരുടെയും യോഗ്യത ഒരേപോലാണോ? നമ്മുടെ എല്ലാവരുടെയും കുടുംബ പശ്ചാത്തലം ഒരേപോലാണോ? ഓരോരുത്തരുടെ പ്രകൃതി അറിഞ്ഞ്, ഓരോരുത്തരുടെ സാഹചര്യം അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ആഴത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് ഈ കൃപയിലാക്കി വെച്ച ദൈവത്തിന്റെ വിശ്വസ്തത അല്ലെങ്കിൽ അങ്കിൾ എത്ര വലുതാന്നോർത്ത് ഈ രാത്രി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ! രക്തം ചെമെടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് മറക്കരുതാത്തത്, വീണ്ടെടുപ്പിനെ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, 5 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം അതിന്റെ 24-ാമത്തെ വാക്യത്തിലാണ്. 24-ാമത്തെ വാക്യത്തിൽ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയെ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശവും വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഞാൻ മതി. സ്തോത്രം. രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയുന്നതിലാണ് കൂടുതൽ സന്തോഷം. എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ, 5 കാര്യം കൂടെ പറയണമല്ലോ. സ്തോത്രം. അതുകൊണ്ട് അടുത്തതിലേക്ക് കിടക്കുക. കാരണം ഓരോന്നിനും ഒരുപാട് പിരിവുകളാണ് കിടക്കുന്നത്. രണ്ടാമത്തെ മറക്കരുതാത്ത കാര്യം, ഈ രാത്രി ഇവിടെ വന്നവരോടും ഓൺലൈനിൽ കൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരോടും ഈ രാത്രി ദൂത് പറയുകയാണ്, സകലതും ഉണ്ടാക്കുന്നത് ഞാനാണ്, സകലതും സൃഷ്ടിക്കുന്നത്. ആ വാക്യം നിങ്ങൾ കണ്ടോ? സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ, 24-ന്റെ ഒടുവിലത്തെ വാക്യം, യഹോവയായ ബി പാർട്ട്, യഹോവയായ ഞാൻ സകലതും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുന്നു, ഞാൻ തന്നെ ഭൂമിയെ പരത്തുന്നു. സകലതും ഉണ്ടാക്കുന്നത് ഉറക്കെ പറഞ്ഞേ ദൈവമാണ്. മറക്കരുത്. ഒന്നാമത് വീണ്ടെടുപ്പുകാരനെ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, സകലതും ഉണ്ടാക്കുന്നത് ദൈവമാണ്. സകലതും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സകലതും നിർമ്മിക്കുന്നതും ഉണ്ടാക്കുന്നതും. ഹല്ലേലൂയ. ക്രിയേറ്റർ ആൻഡ് ബിൽഡർ നമ്മുടെ കർത്താവാണ്. സൃഷ്ടാവും ഹല്ലേലൂയ സ്തോത്രം പണിയുന്നവനും നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഹി ഈസ് നോട്ട് എ ക്രിയേറ്റർ, സൃഷ്ടാവ് മാത്രമല്ല, പണിയുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. ക്രിയേറ്റർ ആൻഡ് ബിൽഡർ ഓഫ് ദ ചർച്ച്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ഹല്ലേലൂയ ഇല്ലാത്ത ചിലതിൻ്റെ പേര് പരിഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥനാമുറി ലഭിക്കപ്പെട്ട ഒരു ദൈവശബ്ദം എന്ന നിലയിൽ ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു ദൈവം. ഞാൻ ആഴത്തിലേക്ക് ചില ദൂതുകൾ പോവുകയാണ്. ഞാൻ പരിചയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണെന്ന് ആരും ചിന്തിക്കരുത്. തിരുവല്ലായി വന്നയാളായതുകൊണ്ട് ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പാസ്റ്റർ ഇത് കണ്ടതാണോ? പക്ഷെ ദൈവം മുന്നമേ കണ്ടതാ. അങ്ങനെയെങ്കിൽ ഇനിയും ചില സൃഷ്ടികൾ ഇവിടെ നടക്കും, ഇനിയും ചില പണികൾ ഇവിടെ നടക്കും. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആലോചനകൾ ഞാൻ രാവിലെ ഇവിടെ ഓർപ്പിച്ചിരുന്നു. ഇവിടെ ഒരു സിംഹാസനം വെളിപ്പെട്ടിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ നിന്ന് അസാധാരണമായി ചില വിധികൾ പുറപ്പെടും. അപൂർവ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ. ദൈവദാസന്മാരെ, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കുമെങ്കിൽ, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുമെങ്കിൽ, ആത്മാവിൻ്റെ ഐക്യതയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ സഭയിൽ നടക്കും. ഇനിയും ചില പണികൾ ഇവിടെ നടക്കും, ഇനിയും ചില പുനരുത്ഥാനം ഇവിടെ നടക്കും. ഇപ്പോഴില്ലാത്ത പലതും ഇവിടെ ഉണ്ടായി വരും. വിശ്വാസത്തോടെ ഞാൻ പ്രവചിക്കുന്നു, ഇല്ലാത്തത് ചിലത് ഉണ്ടാകും. ദൈവം ചെയ്യുന്ന ഒരു 5-6 കൂട്ടം കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആത്മാവ് പെട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയണം. ഇവിടെ അത് വായിച്ചേം കൂടെ ഒരു വാക്യമാണ്. എസ്തേർ 3 ദിവസം ഉപസിച്ചു. എസ്തേർ 3 ദിവസം ഉപസിച്ചപ്പം എസ്തേറിന് ആത്മീയമായ അനുഗ്രഹവും ഭൗതികമായ നന്മകളും അതിൻ്റെ മറുപടിയായിട്ട് ദൈവം കൊടുത്തു. അതിൻ്റെ ആത്മീക നന്മയാണ് എതിരാളിയായി നിന്ന ഹാമാൻ തകർക്കപ്പെട്ടു.
ഏറ്റവും പ്രധാനം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ 2 ഹല്ലേലൂയ സ്തോത്രം ആത്മീയമായ അനുഗ്രഹങ്ങളും ഭൗതിക തലത്തിൽ ചില വിടുതലുകൾ സംഭവിക്കും. ഏറ്റവും പ്രധാനം നാളുകളായി വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരു ഹാമാന്യ ശക്തി പരാജയപ്പെട്ടു. ഉരവര ഹംദൽ കരഗജനാധിയാരകസി ആരാധനക്കെതിരായി, ആരാധിക്കുന്നവനെതിരായി, അല്ലെങ്കിൽ ആരാധിക്കുന്ന മണ്ണിനോട് പോരടിച്ച് അല്ലെങ്കിൽ വെളിപ്പെട്ടു നിന്ന ശക്തി ഉപവാസത്തിൽ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. നമ്പർ 2, 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അന്ന് അഹശ്വേരോശ് രാജാവ് ഹല്ലേലൂയ ഹാമാന്റെ വീട് ഹല്ലേലൂയ എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. ആരുടെ വീട്? ഹാമാന്റെ വീട്. ആര് കൊടുത്തു? ദൈവം കൊടുത്തു. അപ്പം വീടില്ലാത്തവനെ ആർക്കറിയാം? ദൈവത്തിനറിയാം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നവനാ ദൈവം. ആരും ഒരു ആമയും പറഞ്ഞ് എല്ലാവർക്കും വീടുണ്ടായോണ്ടായിരിക്കും. ഇന്ന് രാത്രി ഒന്ന് സ്വോത്ര വീടില്ലാത്ത എത്രയോ പേരുണ്ട്. അല്ലെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നവനാ ദൈവം. വീടില്ലാത്ത അന്ന് ഹാമാന്റെ വീട് ആർക്ക് കൊടുത്തു? എസ്തർ രാജ്ഞിക്ക് കൊടുത്തു. ഈ ദൈവം ഒരുവനെ മാനിക്കണമെങ്കിൽ അതിനുള്ള വഴിയും കൂടെ ദൈവം കണ്ടിട്ടുണ്ട്. ആ ദൈവത്തിന് ഒരാളെ അനുഗ്രഹിക്കാനുള്ള വഴി ഉറക്കെ പറഞ്ഞേ ദൈവം കണ്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ജീവിതാനുഭവങ്ങളുമായി ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന് കുറവുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. ദൈവത്തിന് ഒരുവനെ മാനിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അതിൻ്റെ മുഖാന്തരങ്ങൾ ഒരുക്കും. ദൈവം ചില പുതിയ ബന്ധങ്ങൾ തരും. പരിശുദ്ധാത്മ പറയുക, ദൈവം ചില പുതിയ ബന്ധങ്ങൾ തരും. ദൈവം ചില കണക്ഷൻസ് തരും. യേശുവിൻ്റെ രക്തം ചെവിടുക്കുക. അന്തരാദൽ ഘടകംഭം പ്രൗഢമാന ഹംദൽ കടകസി. ഞാൻ ഈ മണക്കാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ദർശനങ്ങളൊക്കെ ചിലരോടൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ഇതൊക്കെ നടക്കണമെങ്കിൽ സായിപ്പന്മാർ വരണമെന്ന് പറഞ്ഞു. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഞാൻ അവനോട് തന്നെ ചോദിച്ചു, എടാ സായിപ്പിനെ കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. അവനോട് കോവളത്ത് പോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞ കറക്റ്റാ. അന്ന് സായിപ്പന്മാരെ കാണണമെങ്കിൽ എവിടെ പോകണം? നിങ്ങൾ വീണ്ടാത്ത കാര്യം അമേരിക്കയിൽ പോകണമെന്ന്. ഞാൻ അമേരിക്ക പോയിട്ടില്ല, അന്ന് ഒരു രാജ്യത്തും പോയിട്ടില്ല. സ്തോത്രം. അപ്പോൾ അവൻ എന്നോട് ബുദ്ധി പറഞ്ഞു തരിക, സായിപ്പിനെ കാണണമെങ്കിൽ എവിടെ പോകണം? അപ്പോൾ ഞാനൊരു അന്ന് നമ്മുടെ ആയുധം ഉപവാസവും പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ഉപവാസത്തിൽ ഇരുന്നപ്പം ഞാൻ അങ്ങോട്ട് എഴുതി വെച്ചു. കാര്യം എന്നെ കളിയാക്കിയ വിഷയം തന്നെ എഴുതി വെച്ചു. വൈദേശിക നന്മ, വിദേശികളായ ഇംഗ്ലീഷുകാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം. സ്തോത്രം. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യ്, എടാ ഒരു സായിപ്പ് വഴിതെറ്റി ഇവിടെ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. നീ ഇങ്ങനെ സായിപ്പിൻ്റെ കാര്യമൊക്കെ പറയുമല്ലയോ, നീ വാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒന്നും അറിയണ്ട, നീ ഒരു കാപ്പ് കുടിക്കാൻ രീതി നീ കയറി വാ, ദൈവഹിതമാണെങ്കിൽ ദൈവം നിന്നോട് ബന്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. നോക്കണേ ദൈവം വഴികളെ തുറക്കുന്നേ. ഞാൻ രാവിലെ 7:45 എൻ്റെ വണ്ടി ഓടിച്ച് ഹോട്ടലിന് മുന്നിൽ ചെന്ന് ആത്മാവി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഹല്ലേലൂയ. എനിക്ക് അകത്തൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറിയപ്പോൾ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടെ പോയപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ, ഹായ് സാബു പാസ്റ്റർ. ഞാൻ പറഞ്ഞു ഹായ്, ഗുഡ് മോർണിംഗ്. സ്തോത്രം. എന്നോട് ചോദിച്ചു ആരാ ഇത്? അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തി എൻ്റെ ഒരു പരിചയക്കാരനെ. ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. എനിക്കിവിടെ കാപ്പി വാങ്ങിച്ചു തന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് കഴിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. സ്തോത്രം. അവസാനം പോകാൻ നേരം പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചർച്ചിലോട്ടാണ് പോകുന്നേ. സ്തോത്രം. പോകാൻ നേരം എന്നോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്, വേറെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ കുറേ പരിപാടി. എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അവൻ്റെ മുഴുവൻ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ കാറിനകത്ത് അവൻ കയറി. നിങ്ങൾ ചിന്തിച്ച് നോക്കണേ, അങ്ങോട്ട് പോയ കാലിക്കാർ തിരിച്ചു വന്നത് സായിപ്പിനെ കൊണ്ട് വാളകം ഫെയ്ത്തോമി ഒന്ന് ഇറങ്ങിയത്. സ്തോത്രം. സായിപ്പിനെ കിട്ടിയോണ്ട് അല്ല പ്രിയപ്പെട്ടവരെ, പാവം പിടിച്ചവൻ്റെ കൂടെ സായിപ്പ് വന്നതില്ല. ഞാൻ അമേരിക്ക പോയിട്ട് വന്നതല്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, എൻ്റെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വിദ്യാഭ്യാസം വളരെ കുറവാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇംഗ്ലീഷുകാർ വരാൻ തുടങ്ങി. ഇതങ്ങോട്ട് വരുന്നതോടുകൂടെ ഹല്ലേലൂയ, നെതർലൻഡ്സിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, വിവിധ ആളുകളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വീട്ടിലോട്ട് വരാൻ തുടങ്ങി. പല പ്രോജക്റ്റ്, ബൈബിൾ സ്കൂൾ ഇല്ലാത്തടത്ത് ബൈബിൾ സ്കൂൾ ഉണ്ടായി വാളകത്ത്.
ഡി അഡിക്ഷൻ സെന്റർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഡി അഡിക്ഷൻ സെന്റർ ഇല്ലാത്തടത്ത് ഉണ്ടായി. സ്വോത്രം. ചിൽഡ്രൻസ് ഹോം 8 കുട്ടികളെ കൊണ്ടിരുന്നിടത്ത് ഹല്ലേലൂയ 49 50 കുട്ടികൾ ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഗ്രാൻഡ് ഉള്ള ഒരു ഓർഫനേജ് കർത്താവ് തരാൻ തുടങ്ങി. ചുമ്മാതല്ല. സാവു പാസ്റ്ററെ കാണുമ്പോൾ 53 കിലോ ഉള്ളെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. രാവിലെ ഞാനതാ ഓർപ്പിച്ചത്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അവൻ കൈ നീട്ടാൻ ദൈവം മതിയായവനാണ്. ആ പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രിയും ഇവിടെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. ഞാൻ പറഞ്ഞല്ലോ 8ലധികം രാജ്യങ്ങളിൽ പോയത് എൻ്റെ ബന്ധുക്കളാരും കൊണ്ടുപോയതല്ല. സ്വോത്രം. ഞാൻ ഈ വിദേശത്തൊക്കെ പോയിട്ടിരുന്നു പറയാം. ഞാൻ ഈ കൊട്ടാരക്കര എന്നുള്ള ആളായതുകൊണ്ട് ഈ സ്വോത്രം വിദേശത്തൊക്കെ പോകുമ്പോൾ കൂടുതൽ ആളുകളും തിരുവല്ല കുമ്പനാണ്. ഞാൻ അന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ സ്വോത്രം, ഒരു അവസരം കിട്ടുവാണെങ്കിൽ തിരുവല്ലയിലോ കുമ്പനാടോ പോയി അങ്ങ് ശുശ്രൂഷിക്കുകയോ താമസിക്കാൻ ഒരു അവസരം വരണം. കാര്യം ഏത് സമയം ചെന്നാലും കൂടുതൽ ആളുകളും എവിടെ ഉള്ളവരാ. പക്ഷെ തിരുവല്ലയിൽ വന്നിട്ട് ആരും ഇതുവരെ വിളിക്കുന്നില്ലെന്നുള്ളത്. സ്തോത്രം. ഞാൻ പറയാൻ വന്നത്, ബന്ധങ്ങളെ ദൈവമാണ് തരുന്നേ. ബന്ധങ്ങളെ ദൈവമാ ഒരുക്കുന്നേ. കൊച്ചുമനുഷ്യ കണക്ഷൻസ് ദൈവമാ തരുന്നത്. ദൈവമാ ബന്ധങ്ങളെ തരുന്നത്. യൗവനക്കാരോട് പറയാ കേട്ടോ, ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും. ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടല്ല, ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടല്ല. ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് എന്നെ അവിടെ ഇരുത്താൻ പദ്ധതി ഉള്ളത് കൊണ്ട്, ദൈവത്തിന് എന്നെ അവിടെ കൊണ്ടുപോകാൻ പ്രസാദം തോന്നുന്നത് കൊണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുഖത്ത് സകലത് ഉണ്ടാക്കുന്നവൻ ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്. 4ാം ക്ലാസ്സേ ഉള്ളൂ. അമ്മ ഇവർക്കല്ലേ ആഹാരം ഉണ്ടാക്കുന്നേ. അപ്പോൾ ഈ സായിപ്പും മദാമ്മമാരൊക്കെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷം. ഈ ഫിഷൊക്കെ നല്ല ഫ്രൈ ഒക്കെ ചെയ്തപ്പോൾ ചോദിച്ചു, അമ്മച്ചി ഹല്ലേലൂയ ഫ്രാൻസിൽ വരുന്നു എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു, തലയാട്ടി. അപ്പം ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, കാരണം വേറെ ഇംഗ്ലീഷൊന്നും അറിയത്തില്ലെങ്കിലും ഈ സായിപ്പന്മാർക്കൊരു കാര്യമുണ്ട്, വിശന്നെന്ന് പറഞ്ഞാലേ ആഹാരം കൊടുക്കത്തുള്ളൂ, ദാഹം എന്ന് പറഞ്ഞാലേ എന്തോ ചെയ്യത്തുള്ളൂ, വെള്ളം കൊടുക്കത്തുള്ളൂ. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് വിശന്നാൽ അമ്മ എന്തോ, ബാക്കിയെല്ലാം പോട്ടെ, അടിസ്ഥാന ആവശ്യങ്ങൾ കഴിയണ്ടേ. അപ്പോൾ എൻ്റെ അമ്മ 4ാം ക്ലാസ് ABCD പോലും അറിയാത്ത എൻ്റെ അമ്മ എവിടെ നിന്ന് പറയാ, ഞാൻ ഹംഗ്രി എന്ന് പറയുമെന്ന്. ഇതെങ്ങനെ പഠിച്ചെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. സ്വോത്രം സ്വോത്രം. എൻ്റെ അമ്മ പറയുകയാണ് ഞാൻ ഹംഗ്രി എന്ന് പറയും. ഞാൻ പറഞ്ഞു അത്രയും പറയാമെങ്കിൽ രക്ഷപ്പെട്ടു. സ്വോത്രം. അല്പബുദ്ധിയെ ഞാൻ ഈ ആക്കുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനങ്ങൾക്കായി രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഭോഷ്കല്ല പറയുന്നത്, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. ആരെങ്കിലും ജീവിതത്തിൽ നിരാശരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ സകലത് ഉണ്ടാക്കുന്നത് ദൈവമാണ്. ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും പുറപ്പെടുവിച്ച് അവർക്ക് അതിരുകളും കാലങ്ങളും ഹല്ലേലൂയ നിയമിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ തലമുറ എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നു ദൈവമാ. നീ എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നു ദൈവമാ. ആരും എന്നെ രാമൻ പറയാൻ. ഞാൻ കലേപുരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അംഗമാണ്. എൻ്റെ വീട് അവിടെ തന്നെയാണ്, മലയിൽ. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, വണ്ടിയും വെള്ളമൊക്കെ കയറി ചെല്ലാൻ വലിയ പാടാണ്. പക്ഷേ ഞാൻ മണക്കാലയിലെ ഹല്ലേലൂയ ഈ ഗ്രാജുവേഷൻ കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. സ്തോത്രം. ഇനി ആരും ദുരൂഹതയൊന്നും ചിന്തിക്കരുത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ദുരൂഹ കാരണം. സ്തോത്രം. കല്യാണാലോചന വന്നതുകൊണ്ടങ്ങ് കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം. അല്ലേ? പക്ഷെ പിന്നെ 3 മാസമുണ്ട്. അന്നത്തെ മണക്കാലയിലെ നിയമം വെച്ച് കല്യാണം കഴിഞ്ഞവരെ ഹോസ്റ്റലിൽ താമസിപ്പിക്കത്തില്ല, പോയി വരണം. പോയി വരാനുള്ളൊരു സൗകര്യത്തിൽ റോഡ് സൈഡിൽ ഒരു വീടെടുത്ത് താമസിച്ചു. അപ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വലിയ ആഗ്രഹമാണ് റോഡ് സൈഡ് വീട് വെച്ച് താമസിക്കണം. സ്തോത്രം. എഴുതി വെച്ച് പ്രാർത്ഥിക്കാനൊന്നും പോയില്ല, പക്ഷേ ആഗ്രഹങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്ത് പറ ദൈവമക്കളെ, സ്തോത്രം ചെയ്ത് പറ. അന്നും വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ ശുശ്രൂഷയെക്കുറിച്ച് വളരെ കാലലി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന് സ്തോത്രം. നിങ്ങറിയാമല്ലോ, തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഹല്ലേലൂയ സ്തോത്രം കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഹല്ലേലൂയ TPM ഫെയ്ത്ത് ഹോമിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ദൈവം അളവുനൂൽ എനിക്ക് വേണ്ടി പിടിച്ച ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര പോലെ. ദൈവദാസന്മാരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു സാധ്യതയില്ലെങ്കിൽ നീ ഭോഷനെ പോലെ വിശ്വസിച്ചാൽ ഈ ദൈവം നിന്റെ കൂടെ നിൽക്കും. നീ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം ചലിക്കും. നീ വരയ്ക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വരും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഓ പരിശുദ്ധാത്മാവ് ഈ സഭയോട് ആ ദൂത് പറയുന്നത്, ചിലത് വരയ്ക്കാൻ പോവുകയോ,
ചിലത് എഴുതാൻ പോകുക. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഹംദര രാജ രഗദര ഹത്തര രാര രഗദൽ ഘടക ജാര ഹംദര ജാല രഗദൽ ഘടക ചാലം വൈഡ രഗജ ഹംദര രാജ ഘടക സന്ദര റീവ ഷൈഡ രാജര. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ദൈവ മക്കളെ. സകലത ഉണ്ടാക്കുന്നതാരാണ്? പറ. ഇതാ ഞാൻ സകലത ഉണ്ടാക്കുന്നു. അതിനകത്തൊരൊറ്റ ദൂതാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കുള്ള സകലത ഉണ്ടാക്കുന്നത് ദൈവമാണ്. അത് ഭൗതികമാകട്ടെ ആത്മീകമാകട്ടെ ഏത് കാര്യവും സകലതും ഉണ്ടാക്കുന്ന ദൈവമാണ്. സകലതും നമുക്ക് നിർലോഭമായി അനുഭവിപ്പാൻ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന 4-5 കൂട്ടം മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തതും ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ രാവിലത്തെ പോലെ ഞാൻ ഓടിച്ച് പറയാം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. സ്തോത്രം. നീ പദ്ധതികളൊക്കെ പൊളിച്ചു, സ്വയം കണ്ടെത്തുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവം തക്ക തുണ ഉണ്ടാക്കി തരുന്നത് ദൈവമാണ്. ആണിനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെയും, പെണ്ണിനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ആണിനെയും. തക്ക തുണകളെ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? ഉറക്കപ്പറ. ഇവിടുത്തെ മാരേജ് ബ്യൂറോകളൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവമാ. ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവമക്കളെ. ജൂരബാര വൈഡബാന ഹംദര രഗഖരഗസി. ഞാൻ ഈ രാത്രി എനിക്കൊരു ആത്മാവിൻ്റെ നിയോഗത്തിലൂടെ അങ്ങ് ശുശ്രൂഷിക്കാം കേട്ടോ. സ്തോത്രം. ഈ ആദ്യത്തെ എനിക്ക് പെൺകൊച്ചായിരുന്നു. ലാളിച്ചു ഓമനിച്ച് സന്തോഷത്തോട്ടൊക്കെ ഇങ്ങ് വളർത്തി. രണ്ടാമത്തത് ആണാകാൻ വേണ്ടി ആയപ്പോഴേ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വിശ്വാസത്താൽ ഹല്ലേലൂയ ഡയറിയിലൊക്കെ എഴുതി വെച്ച് വയറയിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് ആണായിരിക്കുമെന്നും ആണിൻ്റെ ഒരു പേരും ഒക്കെ കണ്ടുപിടിച്ച് വിശ്വാസത്താൽ ഞങ്ങളിങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ. നിങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരുവല്ലയിലും ഇത് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡെലിവറിയുടെ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല ആണായിരിക്കും, രണ്ടാമത്തെ ആണായിരിക്കുമെന്ന്. സ്തോത്രം. ഒരു സംശയവുമില്ല. ആ ഡെലിവറിയുടെ സമയമായപ്പോൾ എനിക്ക് ശുശ്രൂഷയ്ക്കൊരു അവസരം ബഹറിലേക്ക് വന്ന് ഞാൻ ബഹറിലേക്ക് പോയി. ഇവിടെ ഡെലിവറിയുടെ സമയമായി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. നമ്മുടെ കേരള സ്റ്റേറ്റ് കൗൺസിലിലെ ജോയിൻറ്റ് സെക്രട്ടറി കുഞ്ഞച്ചാൻ്റെ ചർച്ചിലാണ് ഞങ്ങളായിരിക്കുന്നത്, വാളകത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഏതാനും മണിക്കൂറുകൾക്കകത്ത് ഡെലിവറി കാണുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ സംശയമൊന്നുമില്ല ആണ് തന്നെ ആയിരിക്കും. അങ്ങനെ എഴുതപ്പോൾ സെക്രട്ടറി കുഞ്ഞച്ചായൻ്റെ ഫോൺ വരുന്നു. അപ്പോൾ ഫോൺ വന്നപ്പോൾ എനിക്കറിയാം ഡെലിവറി നടന്ന കാര്യം പറയാനാ. സോദരൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ അമ്മാമ്മ പ്രസവിച്ചു. ആ സ്തോത്രം. ബാക്കിയൂടെ കേൾക്കാനിരുന്നപ്പോൾ കുഞ്ച ഒരു മിനിറ്റ് മിണ്ടുന്നില്ല. കുഞ്ഞാൻ പറഞ്ഞു, ഒരു മോളാ കേട്ടോ. സ്തോത്രം. എൻ്റെ പൊന്നച്ച എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. കാര്യം ഞാൻ ഇത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പേരൊക്കെ ഇനി പേര് കണ്ടുപിടിക്കണ്ടേ. സ്തോത്രം. സ്തോത്രം. അപ്പൊ ഈ രണ്ടാമത്തെ ആണാകുമെന്ന് പറഞ്ഞ് പെണ്ണായി കഴിഞ്ഞ ഇരുട്ടടി പോലെ എന്തോ ഒരു വല്ലാത്ത പ്രയാസം. നിങ്ങൾ ചിരിക്കുന്നത് എൻ്റെ വിഷമം എനിക്ക് അറിയാം. സ്തോത്രം. അപ്പൊ അങ്ങനെ എഴുന്നപ്പോഴാണ് ഒരു കട്ടി എപ്പോഴും ഹൃദയത്തിലുണ്ട്. ഒരു ഞാൻ തുറന്നു പറയുക, അതാ ഞാൻ തുറന്ന് സംസാരിക്കുന്നു പറഞ്ഞു. ചിലരുടെ ഹൃദയത്തിൽ അതൊരു വിടുതലായി തീരാൻ വേണ്ടിയാണ്. ഒരു കട്ടി ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്, സ്തോത്രം, എല്ലാ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കട്ടി ഇവിടെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ എവിടെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിച്ചെന്നപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങളുടെ വാളക സഭയിൽ ഒരു അച്ചാൻ്റെ വീട്ടിൽ കോട്ടേജ് മീറ്റിങ്ങാണ്. അത് ഏതും പോരാത്ത ഒരു അച്ചാൻ്റെ വീട്ടിലാണ്.
ഈ ചില അച്ചായന്മാർ, മൂർഖന്മാരായ ചില അച്ചായന്മാരുണ്ട്. പാപ്പച്ചാൻ്റെ വീട്ടിലെ കോട്ടയം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സമയത്ത് ഓടിച്ചെന്നാലൊന്നും പറ്റത്തില്ല. അച്ഛൻ 5:30 ആകുമ്പോഴേ പായൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിയിരിക്കും പാസ്റ്റർ വരണം. അപ്പം നേരത്തെ ചെന്ന് സ്തോത്രമൊക്കെ ചെയ്ത് അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിച്ച് അച്ചായനോടും അമ്മാമ്മയോടൊക്കെ ഒരു ദൂത് പറയുമ്പോൾ അമ്മാമ്മ നല്ല ഒന്നാം തരം ചായ കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വാസികളെല്ലാം വന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര ഒരു ആരാധനയും ദൂതും ഒക്കെ ആണെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമായിരിക്കും. അച്ഛൻ ഞായറാഴ്ച എഴുന്നേറ്റ് നമ്മളെ പൊക്കി അടിക്കുന്ന രീതിയിൽ ഒരു സാക്ഷിയൊക്കെ പറയും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ധൃതിക്ക് ചാടി ഓടിച്ചെന്നിങ്ങനെ പാത്തൊക്കെ ഇരുന്ന് സ്വോത്രം ചെയ്ത അച്ഛൻ അനങ്ങത്തില്ല. അച്ഛൻ്റെ വീട്ടിലാന്നേലും അന്നേരം എനിക്ക് മനസ്സിലായി പാപ്പച്ചാന് ആകപ്പാടെ ഏതൊക്കെയാടായിരുന്നു. അപ്പോൾ അങ്ങനെ പാപ്പച്ചാൻ്റെ വീട്ടിലെ യോഗമാണ് സ്വോത്രം. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യ പേടിച്ച് ഡ്രസ്സൊക്കെ തേച്ച് വെച്ചൊക്കെ ഞാൻ പെട്ടെന്ന് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുകൂടെ വേഗത അച്ഛൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഓർത്ത്, ദൂതില്ല. പാപ്പച്ചാൻ്റെ വീട്ടിൽ ഈ ദൂതില്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. സ്വോത്രം, എൻ്റെ ദൈവമേ, കർത്താവേ, സ്വോത്രം. അപ്പോൾ പോയ വഴിയിൽ എന്നോട് ദൈവം പറഞ്ഞു, കർത്താവ് നടത്തിയിട്ടുള്ള കോട്ടേജ് മീറ്റിങ്ങുകളെ, ഇപ്പോഴെങ്ങും അല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ മോക്കിപ്പം 20 വയസ്സുണ്ട്, ഇളയ മോക്ക് തന്നെ 20 വയസ്സുണ്ട്. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് നടത്തിയ കോട്ടേജ് മീറ്റിങ്. അപ്പോൾ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. അച്ചായനെങ്കിൽ സന്തോഷമാണെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു വിടുതൽ നടന്ന കാര്യം പറയാനാണ് ഇത് പറയുന്നത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു, യായിറോസിനാകെ ഉണ്ടായിരുന്നത് ഒരു മോള, ഒരു പെങ്കൊച്ച. അവളും മരിച്ചു. പക്ഷെ കർത്താവ് വന്ന് അവളെ തൊട്ടപ്പം സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ ശ്രുതി നാടെങ്ങും പരന്നു. ഇത് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് അന്ന് ഈ ശൈലിയിലൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്, അന്നൊരു ഭയങ്കര തീയിലാണ് നിൽക്കുന്നേ. ഇങ്ങനെ ഇങ്ങനെ സ്വോത്രം. ഞാൻ പറഞ്ഞു, ഈ സ്വോത്രം പെങ്കൊച്ചാന്നും പറഞ്ഞ് ഓർത്തൊന്നും ഭാരപ്പെടണ്ട. സ്വോത്രം, ആണിനെ പെണ്ണാക്കുന്നതും പെണ്ണിനെ ആണാക്കുന്നതും നാം ആരാധിക്കുന്ന ദൈവമാണ്. നിന്റെ തലമുറയിൽ ഒന്നിനെ കർത്താവ് തൊട്ടാൽ നിന്റെ കീർത്തി ഹല്ലേലൂയ പഞ്ചായത്തിൽ അറിയുമെങ്കിൽ നിന്റെ തലമുറയുടെ കീർത്തി പട്ടണത്തിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു അമ്മാമ്മയെ നോക്കിയ ദൂത് പറഞ്ഞെങ്കിലും ഞാൻ ഇങ്ങനെ ദൂത് പറഞ്ഞേ. ദൂത് പറഞ്ഞ് തീർന്നപ്പോൾ അവിടെ ഒരു അസാധാരണമായി ദൈവ സാന്നിധ്യം അങ്ങ് വെളിപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി മേളിൽ നിന്ന് ഏതോ ഒരു 50 കിലോ ഉള്ള ഒരു സാധനം വന്ന് എൻ്റെ ചങ്കയിലോട്ട് വന്ന് ഒരൊറ്റ അടി അങ്ങ് അടിച്ചു. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഇവിടോട്ട് വന്ന് ഒരൊറ്റ അടി. എൻ്റെ അകത്തിരുന്ന ഈ കട്ടി, ഞാൻ പറഞ്ഞല്ലോ പെണ്ണാന്നുള്ളൊരു കട്ടി, എൻ്റെ അകത്ത് നിന്ന് തെറിച്ചു പോയിട്ട് ഹല്ലേലൂയ. അന്ന് എൻ്റെ സങ്കടം മാറ്റിയതാ ദൈവം. എന്നോട് ദൈവാത്മാവ് മറ്റൊരു ദൈവദാസം വന്നു പറഞ്ഞു, നിന്റെ തലമുറ രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും രാജ്ഞിമാർ നിന്റെ പോറ്റമ്മമാരാകുമെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അമേരിക്കയിലോ വിദേശത്തൊക്കെ പരിചയമുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ തലമുറ പഠിക്കാൻ ഒരു ഫീസും കൊടുക്കാതെ വണ്ണം ഫുൾ സ്കോളർഷിപ്പിൽ പഠിക്കാൻ ദൈവം വഴിയൊരുക്കി. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവത്തിൽ കൂടെ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയെ ദൈവം തൊട്ടാൽ, ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും ദൈവം തൊട്ടാൽ ഉടവര ഹന്തര രാജ കടകസി. ഈ രാത്രി നമ്മളെല്ലാവരുടെ ഈ യൗവനക്കാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഈ രാത്രി ചെല്ലണമേ, ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഈ രാത്രി ദൈവശക്തിയുടെ ഇറങ്ങും കേട്ടോ. ഞാനിത് പ്രസംഗിക്കാൻ ആഗ്രഹിച്ചതല്ല, ആരും ആരുടെയും വിഷയങ്ങളൊന്നും പറയത്തില്ല. പക്ഷെ ഈ രാത്രി ആത്മാവ് പറയുന്നത് കൊണ്ട്, പ്രേരിപ്പിച്ചത് കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ആണിനെ പെണ്ണാക്കുന്നത് പെണ്ണിനെ ആണാക്കുന്നതും ദൈവമാണ്. പക്ഷെ അതിലല്ല വിഷയം, ആണോ പെണ്ണോ അല്ല വിഷയം, ദൈവത്തിൻ്റെ കയ്യൊപ്പാ വിഷയം. നിന്റെ തലമുറയുടെ മേ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ, ഈ രാത്രി പരിശുദ്ധാത്മാവിൽ കൂടെ ഞാൻ പറയുന്നു, നീ ഭാരപ്പെടേണ്ടി വരത്തില്ല. ഓ ഹല്ലേലൂയ, ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഹല്ലേലൂയ. തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. രണ്ടാമത്തെ കാര്യമാണ് ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം തന്നെ വായിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അങ്ങ് ഓടിച്ചു വിടാം. 26:22 പറയുന്നു, ഇടമില്ലാത്തടത്ത് ഇടം ഉണ്ടാക്കും. ഇസഹാക്കിന് ഇടമില്ലാത്തടത്ത് ദൈവം എന്തോ നോക്കി, ഉറക്കെ പറ, രഹബോത്ത് ഒരുക്കി. ഇന്ന് രാത്രി രഹബോത്തിൻ്റെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഈ ഓൺലൈനിൽ കൂടെ ശ്രദ്ധിക്കുന്നവരോട് പറയും, ഇടമില്ലാത്തടത്ത് ദൈവം ഇടം ഉണ്ടാക്കും.
സാധ്യതയില്ലാത്തടത്ത് ദൈവം സാധ്യത കൊണ്ടുവരും. സ്പോട്ട് ഇല്ലാത്തടത്ത് ദൈവം ഒരു സ്പോട്ട് ഉണ്ടാക്കും. കസേര ഇല്ലാത്തടത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു കസേര അവിടെ ഒരുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ഈ രാത്രി ശക്തിയോടെ സംസാരിക്കുന്നു. നാം ആരാധിക്കുന്ന ദൈവമാണ് സകലതും ഉണ്ടാക്കുന്നത്. യെശയ്യാപ്രവചനം 43:16 പെരുവെള്ളത്തിൽ പാതയും 19 നിർജ്ജന പ്രദേശത്ത് പെരുവഴികളെയും കൊണ്ടുവരുന്നത് ദൈവമാണ്. സ്തോത്രം. വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം കൂടെ പറയാം. 1 കൊരിന്ത്യർ 10:13 പറയുന്നു, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ആരാ ഉണ്ടാക്കുന്നേ? ഉറക്കെ പറ. രാത്രി ഏതെങ്കിലും പരീക്ഷകളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നവൻ കർത്താവാണ്. മനുഷ്യർക്കാർക്കും പരീക്ഷ സമയത്തെ സഹായിപ്പാൻ കഴിയത്തില്ല. പക്ഷേ പരീക്ഷയിൽ സഹായിക്കുന്ന ഒരുവനുണ്ട്. അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ പറയുന്നു, പരീക്ഷാകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഖരഗജനാഥന. ജീവിതത്തിൻ്റെ പരീക്ഷകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരോട് പറയുന്നു, പരീക്ഷയോടുകൂടെ പോക്കുവഴി അവൻ ഉണ്ടാക്കി തരും. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടാം. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിപ്പീൻ, അവൻ നിങ്ങൾക്ക്, ഉറക്കെ പറ, അവൻ നിങ്ങൾക്ക് മിന്നൽ പിണരുണ്ടാക്കുമല്ലോ. രാവിലെ ഞാനൊരു മിന്നൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. നമുക്കൊരു മിന്നൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? കണ്ണുനീരിൽ കൂടെ ഒരു സ്വർഗസിംഹാസനത്തെ സ്പർശിക്കുന്ന ഒരു തുള്ളി കണ്ണുനീര് മതി ഒരു മിന്നൽ ഇവിടെ അടിക്കാൻ. ഈ പ്രാർത്ഥനയിൽ, ഈ 21 ദിവസത്തെ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എത്ര സഹോദരി സഹോദരന്മാർ, ഈ സഭയെ സ്നേഹിക്കുന്നവർ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും, ദൈവമേ അസാധാരണമായൊരു ദൈവപ്രവൃത്തി, അസാധാരണമായൊരു ദൈവ സാന്നിധ്യം, അസാധാരണമായൊരു ദൈവപ്രവൃത്തി ഇവിടെ സംഭവിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമെങ്കിൽ റബാ ശബ്ദന, ഒരു മിന്നൽ, ഒരു മിന്നൽ, ഒരു മിന്നൽ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിപ്പീൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി മിന്നൽ പിണറിനെ ഉണ്ടാക്കുമല്ലോ. രാത്രി ഞാനൊരു കാര്യം പറയാം, ഏതെല്ലാം മിന്നൽ പിണർ അവൻ നമുക്ക് വേണ്ടി അയക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ദൈവിക സ്പർശനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. 3-ാമത്തെ കാര്യം, മറക്കരുതാത്ത 3-ാമത്തെ കാര്യം, ഹല്ലേലൂയ, അതിൻ്റെ 25-ാമത്തെ വാക്യം, 44-ന്റെ യെശയ്യാപ്രവചനം 44-ന്റെ 25-ാമത്തെ വാക്യം. ഉറക്കെ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ജീവിതത്തിൽ മറക്കരുതാത്ത 5 കാര്യങ്ങൾ പരിശുദ്ധാത്മ വചനത്തിൽ കൂടെ ഓർപ്പിക്കുകയാണ്. 1-ാമത്തെ കാര്യം മറക്കരുതാത്തത് വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പുകാരൻ മറക്കരുത്. 2, സകലത ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ ദൈവമാ. സ്തോത്രം. 3-ാമത്തെ കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യും. സ്തോത്രം. ഇപ്പം നമ്മുടെ ഇടയിൽ ഒരുപാട് ജ്ഞാനികൾ അങ്ങ് കൂടി. ഈ ഞാനും പലപ്പോഴും ഞരങ്ങാറുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ ഒരു വചനം കേട്ട് സന്തോഷിപ്പിച്ചങ്ങ് വിട്ടാൽ മതി. ഈ വചനത്തിനകത്തുള്ള ഒരു അത്ഭുതം നടക്കണമെന്നൊരാഗ്രഹമൊന്നുമില്ല. സ്തോത്രം. ഈ പെട്ടകത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. പെട്ടകത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? കൽപ്പലക, പിന്നെ അഹരോന്റെ തളർത്ത വടി, മന്ന ഇട്ട് വെച്ച പാത്രം. മന്ന എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം. 40 വർഷം നീണ്ടുന്ന ഒരു അത്ഭുതം.
അത്ഭുതമായിരുന്നോ? അത്ഭുതത്തിൻ്റെ ഏതെങ്കിലും ഒരു തെളിവ് പറഞ്ഞേ. മന്ന അത്ഭുതമായിരുന്നതിൻ്റെ തെളിവ്. യോ, മന്നയെക്കുറിച്ച്, മന്ന അത്ഭുതമായിരുന്നതിൻ്റെ ഒരു തെളിവ്. ഒറ്റ കാര്യം പറയാം, നിങ്ങൾ മിണ്ടായിരിക്കുന്ന പാസ്റ്റർമാരെ നോക്കി പറയാം. മന്ന അത്ഭുതമായിരുന്നതിൻ്റെ പ്രത്യേകത, കൂടുതൽ പെറുക്കിയതിന് കൂടുതലും കണ്ടില്ല, കുറച്ച് പെറുക്കിയതിന് കുറച്ചും കണ്ട്. എല്ലാവർക്കും ഇടങ്ങഴി മന്ന. രാജപാസ്റ്റർക്കും ഇടങ്ങഴി മന്ന, നിങ്ങൾക്കും ഇടങ്ങഴി മന്ന, എല്ലാവർക്കും മന്ന ഇടങ്ങഴിയാണ്. കൂടുതൽ പെറുക്കുന്നവർക്കും കൂടുതൽ, കുറച്ച് പെറുക്കിയവർക്കും. പാസ്റ്റർ മനസ്സിലായോ? ആർക്കും കുറയ്ക്കുന്നവനല്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ആർക്കും ദൈവം കുറയ്ക്കത്തില്ല. ഈ മന്നയുടെ അത്ഭുതം വിവരിക്കാൻ തുടങ്ങിയാൽ ഇനി അടുത്ത സമയം മൊത്തം മന്നയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇതൊരു അത്ഭുത സാധനമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ 40 വർഷം നീണ്ടു നിന്ന അസാധാരണമായ ഒരു അത്ഭുതമായിരുന്നു മന്ന. അവരതിനെയാണ് നിന്ദിച്ചത്. അതുപോലാണ് ഇന്നും ദൈവജനമെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പോലും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിന്ദിക്കുകയാണ്. ഈ സാരമില്ലാത്ത ആഹാരം. ഓ റബല ഹംദര രാജൽ ഖരഗസിഹ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എത്ര അത്ഭുതങ്ങളാണ് നടന്നത്, എത്ര വീര്യപ്രവൃത്തികളാണ് നടന്നത്. ഓ ഹല്ലേലൂയ. ഓ റബ ശന്തന റബൽ ഖരഗസി. 1 വർഷമല്ല, 2 വർഷമല്ല, 40 വർഷം അവരെ പോറ്റിയ മന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു ചോദിക്കുക, അത് നിന്നു പോയിട്ടില്ല. ഇന്ന് രാത്രിയും അത് പൊഴിക്കേണ്ടവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന മന്ന. ഹല്ലേലൂയ. മരുഭൂമിയിൽ പൊഴിഞ്ഞ മന്ന തിന്നവർ മരിച്ചു, പക്ഷേ എന്നെ തിന്നുന്നവൻ എന്നൂലം ജീവിക്കും. ഒരു വചന വെളിപ്പാടൂടെ പറഞ്ഞ് ഞാൻ അവിടെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ലുസ്രയിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ കണ്ട് ഈ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിന്റെ കണ്ണിലോട്ട് എന്തോ ചെയ്ത് നോക്കി, സൂക്ഷിച്ചു നോക്കി. അവന് വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് അവനോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. അവനോട് ആരെങ്കിലും ഒന്ന് പറയണേന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത് എഴുന്നേക്കാൻ. അവൻ ചാടി എഴുന്നേറ്റ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ, അവൻ ചാടി എഴുന്നേറ്റു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും നടന്നപ്പോൾ ആളുകളെല്ലാം കൂടെ ഇളകി, യഹൂദന്മാരിളകി. പൗലോസിനെ കല്ലെറിഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ സംഭവിച്ച കാര്യം. ചത്തെന്നും പറഞ്ഞ് ചണ്ടിക്കൂമ്പാരം കൊണ്ടിടുന്നിടത്ത് പൗലോസിനെ കൊണ്ടിട്ടു. സ്തോത്രം. പക്ഷേ അവിടെ ഒരു കൂട്ടം വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും, ആരും ഉറങ്ങല്ലേ പ്ലീസ്, അവിടെ ഒരു കൂട്ടം വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്ടായിരുന്നു. അവർ പൗലോസിന് ചുറ്റും നിന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. സമൂഹം ചത്തെന്നും പറഞ്ഞ് കളഞ്ഞ വിഷയത്തെ ചുറ്റിയൊന്ന് പ്രാർത്ഥിച്ചപ്പം, കൈ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചപ്പം അസാധാരണമായ ഒരു ജീവൻ, അസാധാരണമായ ഒരു ശക്തി, അസാധാരണമായ ഒരു സൗഖ്യം, ഓ രക്തം ചെമെടുക്കുക അവിടെ വ്യാപരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവന്റെ അളവറ്റ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടുന്നുണ്ടെന്ന് സ്തോത്രം ചെയ്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ബലഹീനതയിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുന്ന അവൻ്റെ കൃപയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. ഈ രാത്രി ഇവിടെ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുടന്തൻ നടന്നില്ലെങ്കിലും ചില ബലഹീനരായ ആളുകൾ ബലമുള്ളവരായി, ആന്തരിക ശക്തിയുള്ളവരായി, ആന്തരിക ബലമുള്ളവരായി, അകത്തെ മനുഷ്യൻ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ ഒന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച ദൈവമക്കളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ. ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം എന്തോ ആക്കി തീർക്കും. ഉറക്കപ്പറ. ഓ രക്തം ചെയ്മെടുക്കുക ജ്ഞാനികളുടെ ജ്ഞാനത്തെ. ഞാൻ ഓരോരുത്തും നടന്ന കാര്യം ഓരോരുത്തും പറയാറില്ല, അത് പണ്ടേ നിർത്തിയതാ. പക്ഷേ ഞാൻ ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാറുണ്ട്.
സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നടന്നൊരു സാക്ഷ്യം പറഞ്ഞാണ് സണ്ണിച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സഭയിൽ ഒരു പെൺകുട്ടിനെ, ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. കാരണം വിശ്വാസം ഇല്ലാത്തവനും ഏറ്റെടുക്കാത്തവനെയും പാസ്റ്ററെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നവനെയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ ആര് താഴ്മയോടെ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ നടക്കുമെന്ന് സമർപ്പണത്തോടെ വരുന്നവരുണ്ടോ അവരുടെ തലയെ കൈവച്ചാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവരുടെ രോഗിയെ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. സ്തോത്രം. ഒന്നും പറയാറില്ല, പക്ഷേ ട്യൂമറുകളെ മാറ്റുന്നൊരു ദൈവം. ആളകത്ത് ഞാൻ ഇതിനു മുമ്പ് വരുന്നതിന് അടൂരായിരുന്നു ഒരു സംഭവം. ഇവിടെ ബിലീവേഴ്സ് ഒരു അച്ചായന് ഭയങ്കര തലവേദന, സ്വസ്ഥതയില്ലായ്മ. ഇവിടെ വന്ന് MRI എടുത്തു. തലയുടെ MRI എടുത്തപ്പോൾ തലയ്ക്കകത്തൊരു ഭയങ്കര ഗ്രോത്ത്. ഞാൻ അറിയാതെയാണ് 7 ദിവസത്തെ ഉപവാസപ്രാർത്ഥന വെച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. ഇന്ന് അസാധാരണമായ ഒരു ശക്തി ഇതിൻ്റെ അകത്തൊരു പവർ ഇവിടെ വ്യാപരിക്കുമെന്ന്. ആ ചായ മുന്നിലിരിക്കുകയായിരുന്നു. ആ ചായൻ്റെ മേൽ അസാധാരണമായ ഒരു ശക്തി അവിടെ വ്യാപരിച്ചു. ഇവിടെ MRI സ്കാനിനകത്ത് കണ്ട സാധനം, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ നിർവീര്യമാക്കി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഏത് മുഴയെ മാറ്റാൻ കഴിയുന്നവൻ, ഏത് ട്യൂമറിനെ മാറ്റാൻ കഴിയുന്നവൻ, ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണെന്നും നമ്മൾ ആരാധിക്കുന്ന കർത്താവാണെന്നും ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഒന്ന് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കും. ശകുനന്മാരുടെ ദർശനങ്ങളെ അവൻ ഇല്ലാതാക്കും. മന്ത്രവാദികളുടെ മന്ത്രവാദം എത്ര ശക്തിയോടെ അവൻ ചൊല്ലിയാലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. റോഡ് സൈഡിലെ വീടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അടച്ചിട്ടേക്കുന്ന വീടാ. പക്ഷെ അമ്മ കൂടെ അവിടെ ചെല്ലും. അമ്മ എവിടെ ചെല്ലുമ്പം കൂടെ ചെല്ലുമ്പം കാണാം ഓരോ കുപ്പി എടുക്കും, ഓരോ തകിടെടുക്കും, ഓരോ കുറ്റി എടുക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അവരുടെ മുന്നിൽ സകല ശകുനവാദികളുടെ ശകുനവാദത്തെയും മന്ത്രവാദത്തെയും നിർവീര്യമാക്കുന്ന ഇടമാണ് ദൈവസന്നിധി. ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിശ്വാസത്താൽ ദൈവസഭയെ കൊണ്ടുവന്നാൽ മതി. ഒരുമിച്ച് ആരാധിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ ഏത് ആഭിചാരത്തെ നിർവീര്യമാക്കുന്ന പിശാചിന്റെ ഏത് പൈശാചിക പദ്ധതികളെയും അഗീദോഫേലിന്റെ ആലോചനയെയും ക്യാൻസൽ ചെയ്യുന്ന ഇടമാണ് ദൈവസന്നിധി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ചിലതിനെ ക്യാൻസൽ ചെയ്യുന്ന രാത്രിയാ. നിന്റെ മേലുള്ള ചില അഗീദോഫേലിന്റെ ആലോചനയെ, ചില കൂട്ടുകെട്ടുകളെ, നിനക്ക് വിരോധമായുള്ള ചില മന്ത്രങ്ങളെ ഈ രാത്രി എൻ്റെ തമ്പുരാൻ ക്യാൻസൽ ചെയ്യുന്ന രാത്രിയാ. എൻ്റെ ദൈവം അതിനെ ക്യാൻസൽ ചെയ്താൽ മന്ത്രവാദവും ആഭിചാരവും മാത്രമല്ല, ഇനി പറയുന്ന കാര്യം ഒരു വിവാദം ഉണ്ടാകാൻ സാധ്യതയുള്ളതാ. ഇന്നത്തെ പെന്തക്കോസ് കോളത്തിൽ ശാപം ഇല്ലെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പെന്തക്കോസ് ശാപമുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ാത്തവൻ ആരെന്നാ എഴുതിയിരിക്കുന്നത്? ഈ ശാപം ആരാ മാറ്റി? പെന്തക്കോസ്തി വന്നിട്ടും കർത്താവിനെ സ്നേഹിക്കാതെ നടക്കുന്നവന്റെ ശാപം ആരാ മാറ്റിയെന്ന്? സ്നാനപ്പെട്ടെന്നും പറഞ്ഞൊന്നും പോകത്തില്ല. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവന്റെ ശാപം ആരും മാറ്റണ്ട. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ശാപവും ഫലിക്കത്തില്ല. കർത്താവിനെ ഹൃദയംഗമായി ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാറ്റിനേക്കാൾ എല്ലാമായി ശാപത്തിന്റെ കെട്ടുകളെ അവൻ അഴിക്കുന്നവനാണ്. ശാപത്തിന്റെ ബന്ധനങ്ങളെ അവൻ അഴിക്കുന്ന ദൈവമാണ്. പ്രായോഗിക മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ചില ശാപത്തിന്റെ കെട്ടുകളിൽ കിടക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, മറക്കരുത്, ശാപത്തെ അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് ശാപത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന ഒരു കർത്താവുണ്ട്. കാൽവരിയിൽ അവൻ പരമയാഗമായത് ശാപത്തിന് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാതെ, ചില വിഷയത്തിന് നീക്കുപോക്കളില്ലാതെ, ചില ശാപത്തിൻ്റെ കയറുകളിൽ കൂടെ കെട്ടിക്കിടക്കുന്ന ചില ജീവിതങ്ങളോട് ഈ രാത്രി ആത്മാവ് ദൂതു പറയുന്നു. വിദൂരങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വീണ ചില കുരുക്കുകൾ, ശുശ്രൂഷ മേഖലയിൽ വന്നു കയറിയ ചില ശാപപ്പോരുകൾ ഇന്ന് രാത്രി ക്ഷമിക്കുന്ന അരിമനാഥനായ കർത്താവിനോട്, കരുണയുള്ള കർത്താവിനോട് ഈ രാത്രി നീ പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒന്ന്. ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് ഓടുമ്പം ശിമെയി ശപിച്ചു. സ്തോത്രം. ഉടനെ പറഞ്ഞു, അവനെ ഞാൻ അവനെ ഞാൻ വെട്ടിക്കളയട്ടോ എന്ന് ചോദിച്ചു. അവന് വേണ്ട, ഇവൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന, ശാപത്തിൻ്റെ കയറുകളെ അഴിക്കുന്ന, ശാപത്തിൻ്റെ കയറുകളെ കരിച്ചു കളയുന്ന യേശുവിൻ്റെ കാൽവറിയിലെ സ്നേഹം ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം രാത്രിയിലൂടെ വ്യാപരിക്കപ്പെടുന്നു. സന്തോഷത്തോടെ അവൻ എൻ്റെ ശാപത്തെ മാറ്റിയതിനാൽ, എന്നെ അനുഗ്രഹത്തിൻ്റെ ഉടമയാക്കി മാറ്റിയതിനാൽ സന്തോഷം എന്ന് പറഞ്ഞ് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ശക്തിയോടെ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് അവൻ സകല ശാപത്തെയും അവൻ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ്. In the name of Jesus. Hallelujah. അവൻ ശകുനവാദികളുടെയും മന്ത്രവാദികളുടെയും ഇതിനെല്ലാം ക്യാൻസൽ ചെയ്യുന്ന ദൈവമാണ്. ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം എന്തോ ആക്കി തീർക്കും. ഉറക്കെ പറ. അവിടുന്ന് ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് 2 വാക്യവും പറഞ്ഞുകൊണ്ട് വന്ന് ഹല്ലേലൂയ അത്ഭുതം നടക്കത്തില്ല, വിടുതലൊക്കെ നിന്നുപോയെന്നും പറഞ്ഞ് പലര് ഭോഷന്മാരാക്കരുത് കേട്ടോ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനറിയാം, ഉപവസിക്കുന്നവർക്കറിയാം, ഈ പകലത്തെ ഇത്രയും വലിയ 38 ഡിഗ്രി ചൂടിന്റെ നടുവിൽ ആഹാരം വെടിഞ്ഞ് കരയുന്ന ദൈവ പൈതലിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവാണ്. ഈ രാത്രി ഞാനത് വിശ്വസിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കൊച്ചുമോനിച്ച അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. ഇവിടെയുള്ള ദൈവജനത്തോട് പറയുന്നു, അത്ഭുതം നിന്നു പോയിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല. അടുത്ത 2 കാര്യം കൂടെ ഞാൻ പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 26-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. 4-ാമത്തെ കാര്യം, ദൈവം പറഞ്ഞ ആലോചന ശാശ്വതമായതാ. ദൈവത്തിൻ്റെ ആലോചനകൾ ശാശ്വതമായതാ. ദൈവം പറഞ്ഞതാണോ അത് നടക്കും. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ പറയുന്ന പോലെ അത് വരും, കാരണം അത് ദൈവം പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പല ആലോചനയുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ ആലോചന നടക്കും. ഈ ദിവസങ്ങളിൽ ഉപവാസപ്രാർത്ഥന 21 ദിവസം പകലും രാത്രിയുമാണ്. നിങ്ങളൊരു ആലോചന പ്രാപിക്കണം. ദൈവത്തോട് ഇന്ന് രാത്രി ഒന്ന് ചോദിച്ച, കർത്താവേ ഒരാലോചന എനിക്ക് ആവശ്യമാണ്. എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി പറയും, എനിക്കൊരു ആലോചന ആവശ്യമാണ്. ഹൃദയം തുറന്ന് പറയണം. ഞങ്ങളെപ്പോലുള്ളവർ ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ ടൗൺ സഭയിലും പറഞ്ഞു, പണ്ടൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെയൊക്കെ വിളിച്ച പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ഒരറ്റത്തുനിന്ന് ദൂത് പറഞ്ഞാൽ മൊത്തം ആളുകളോട് ദൂത് പറയും. ഇന്ന് അങ്ങനെ ദൂത് പറയാൻ പറ്റുന്നില്ല. ഞാനെന്നല്ല, ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അങ്ങനെ ദൂത് നിരത്തി ഒരറ്റത്തുനിന്ന് കൈവച്ച് തുടങ്ങിയാൽ ദൂത് ഇങ്ങനെ പറഞ്ഞ് ശുശ്രൂഷയിൽ അങ്ങ് പോകും. കാരണം എന്നാണെന്നറിയാമോ? ഈ പലരുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഓപ്പണല്ല. പലരും സത്യം തുറന്നു പറയുക. ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാ, ഈ ഡോക്ടർമാരോട് പോലും കള്ളം പറയുന്നവരുണ്ട്. ശരിയായ രോഗം ഒരു ആരോട് പറയത്തില്ല. പണ്ട് 2 മുടന്തന്മാർ തടവാൻ പോയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇല്ലേ? സമയമില്ലേലും പറയാം. സ്തോത്രം. 2 മുടന്തന്മാർ തടവാൻ പോയി. ആദ്യത്തെ മുടന്തൻ അകത്ത് തടവാൻ കയറിയപ്പം വൈദ്യൻ തൈലമൊക്കെ ഇട്ടിങ്ങനെ അതിൻ്റെ കുഴയൊക്കെ ശരിക്ക് പിടിച്ചിട്ടപ്പോൾ ഇവൻ വേദന കൊണ്ട് അകത്ത് കിടന്ന് പൊളഞ്ഞ് അയ്യോ അയ്യോ എന്ന് വിളിച്ചപ്പോൾ പുറത്തിരുന്ന മുടന്തൻ ചിരിച്ചോണ്ടിരിക്കുക. ശരിയായിപ്പോയി എന്ന് പറഞ്ഞ് ഇവൻ ചിരിച്ചോണ്ടിരിക്കുക. സ്തോത്രം. അവനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തടവി ഒരു പരുവത്തി ഏന്തി വെളിയിലോട്ടിറങ്ങിയപ്പം ഈ വെളിയിലിരുന്ന മുടന്തൻ അവനെ കണ്ടൊരു ചിരി. അപ്പോൾ ഈ മുടന്തൻ ഇറങ്ങി വന്ന മുടന്തൻ പറഞ്ഞ്, അകത്തോട്ട് കയറി നിനക്കും കിട്ടിക്കോളും. ഇച്ചിരി കഴിഞ്ഞപ്പം വെളിയിലിരുന്ന മുടന്തൻ അകത്ത് കയറി.
അപ്പോൾ അവിടെ തടവ് തുടങ്ങി. ഇവൻ ചിരിക്കാമെന്നും പറഞ്ഞ് ഇവൻ വെളിയിലിരുന്നിട്ട് അവൻ്റെ നിലവിളി ഒന്നും കേൾക്കുന്നില്ല, ഒരു കരച്ചിലും കേൾക്കുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മുടന്തനും ഇറങ്ങി വന്നു. അവൻ ചിരിച്ചോണ്ടിറങ്ങി വരുന്നു. അപ്പോൾ ഈ വെളിയിലിരുന്ന മുടന്തൻ ഒരു സംശയം, എടാ ഈ വൈദ്യൻ എന്താ അങ്ങനെ ചെയ്ത് എന്നെ മാത്രം ഇത്രയും വേദനിപ്പിച്ചത്, ഇയാൾക്കെന്നാ ഒരു കുഴപ്പമില്ല, ഇയാൾ എന്താ ചിരിച്ചോണ്ട് വരുന്നേ? അപ്പം ഈ വെളിയിലിരുന്ന മുടന്തൻ അകത്തുനിന്ന് ഇറങ്ങി വന്നവനോട് ചോദിച്ചു, എടോ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ ബുദ്ധി വേണം ബുദ്ധി. എൻ്റെ വലത്തേക്കാലിലായിരുന്നു മുടന്ത്, ഞാൻ കാണിച്ചു കൊടുത്തത് ഇടത്തേക്കാലാന്ന് പറഞ്ഞു. കെ ചോദിച്ചതിൻ്റെ ഭാഷ പറഞ്ഞാൽ അവൻ്റെ മുടന്ത് ഇതുവരെ മാറിയിട്ടില്ല. സ്തോത്രം. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം, ദൈവത്തോടും ദൈവം ആക്കി വെച്ചവരോടും, അങ്ങനെ ഞാൻ പറയുന്നത്, ദൈവത്തോടും ദൈവം ആക്കി വെച്ചവരോടും കള്ളം പറയരുത്. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ദൈവം ആക്കി വെച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെയും വായിൽ കൂടെയും ദൈവം സംസാരിക്കും. ഒരു ദൈവദാസൻ ദൈവം ആക്കി വെച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെ അധരത്തിൽ കൂടെയും ദൈവം സംസാരിക്കും. വെറുതെ ഒരു കാര്യം, വ്യാജമായ ഒരു കാര്യം നീ സംസാരിക്കരുത്. ഹൃദയം ദൈവസന്നിധിയിൽ പരമാർത്ഥതയോട് ആര് വന്നാലും അവരോട് ദൈവം സംസാരിക്കും. എനിക്കറിയാം 21 ദിവസം ഉപവാസ പ്രാർത്ഥന അല്ല, എനിക്ക് തന്നെ വ്യക്തമായിട്ടറിയാം, ഒരു പകലും രാത്രി ഒരു സഭയിലോ ഒരു വീട്ടിലോ ഒരു സെഷനിൽ ചെന്നാൽ ആ മീറ്റിംഗ് തീരുന്ന 1 മണിക്കകത്ത് അതിനകത്ത് വന്നവരോട് ദൈവം സംസാരിച്ചിരിക്കും. ഉറപ്പ്, ദൈവം ഇടപെട്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടൊക്കെയോ കുറേ ചില ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില വീട്ടിൽ ചെല്ലുമ്പോഴേ ചില സ്കാൻ റിപ്പോർട്ട് ദൈവം ഇങ്ങനെ തരും. ഒരിടത്തും സ്കാൻ ചെയ്താൽ കാണാത്ത ചില സ്കാൻ റിപ്പോർട്ടുകൾ കർത്താവ് നമ്മുടെ കയ്യിൽ തരും. 1-2 കാര്യം പറയുമ്പോഴേ അവിടെ വിഷയത്തിൻ്റെ വിടുതൽ അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങും. ആരാധന വെളിപ്പെടും. ഇന്ന് രാത്രി ഇവിടെ വന്നത് നല്ലതാ, പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി തുറക്കണം. വചനത്തിൻ്റെ മുന്നിൽ ഹൃദയത്തെ തുറക്കണം. ഹൃദയത്തെ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും അത് പ്രാണനെയും ആത്മാവിനെ സന്ധിവഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ ഹൃദയത്തെ, ഹല്ലേലൂയ ചിന്തനങ്ങളെ അത് വിവേചിക്കുന്നതാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഹൃദയവും ചിന്തകളും ദൈവസന്നിധി തുറന്നു കൊടുക്കണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ തുറന്നു കൊടുത്താൽ ഹല്ലേലൂയ ഒരാലോചന നൽകാതെ ദൈവം നിങ്ങളെ ഇവിടുന്ന് വിടത്തില്ല. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് നിങ്ങളോട് പറയുക, ഒരു വാഗ്ദത്തം കിട്ടാതെ ഇവിടുന്ന് പോകരുത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരാലോചന പ്രാപിക്കാതെ ദൈവമക്കൾ ആരും ഇവിടുന്ന് പോകരുത്. ഈ രാത്രി സന്തോഷമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഉടവര ഹംദര രാജകടകസി. എനിക്ക് പ്രവചിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അല്ല, ഒരു യോഗത്തിന് വന്നാൽ ഒരു ആലോചന കേൾക്കാതെ, ഒരു ദൂത് പ്രാപിക്കാതെ, ഒരു ജസ്റ്റ് പാർട്ടിസിപ്പന്റ് അല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളോട് ദൈവം പറഞ്ഞ ആലോചന വല്ലതും നടന്നിട്ടുണ്ടോ? ദൈവം പറഞ്ഞ ആലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഇനി പറയുന്ന ആലോചനയും ദൈവം നടത്തും. എൻ്റെ ദാസന്മാരുടെ ആലോചന ഒന്നും പാഴാകുകയില്ല. ദൈവം നിയോഗത്താൽ, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പ്രസംഗിച്ച വചനം, ഇന്ന് രാത്രി പറയുന്ന വചനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില ദൂതുകളാണ്. അതിൻ്റെ അർത്ഥം മറ്റാരും പറയുന്ന അല്ലെന്നുമല്ല, അത് ദൈവാലോചന. പക്ഷേ രാവിലെ ഞാൻ മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ സഞ്ചരിക്കുന്ന സിംഹാസനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അസാധാരണമായ ചില ഹല്ലേലൂയ വിധികൾ അതിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് പ്രസംഗം കേൾക്കാനും കൈയടിക്കാനും സമയം തീർക്കാൻ വേണ്ടി പറഞ്ഞ വചനമല്ല. ദൈവത്തിൻ്റെ സഞ്ചരിക്കുന്ന സിംഹാസനം, മൊബൈൽ കോടതി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചിലതിൻ്റെ തീർപ്പ്, ചിലതിൻ്റെ ഒപ്പ്. ഇനി യോഗം തീരാൻ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. പരിശുദ്ധാത്മാവ് പറയുക, ചിലതിൻ്റെ ഒപ്പ്, ചില ബില്ലുകൾ പാസ്സാക്കുന്നു, ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ചില ബില്ലുകൾ ലഭിക്കാനുള്ള, ചില നന്മകൾ ലഭിക്കേണ്ട ചില ഭൗതിക വഴികൾ. യെസ്, യെസ്, യെസ്. ഏറ്റവും ഒടുവിലത്തെ 5-ാമത്തെ കാര്യം 28-ാമത്തെ വാക്യം. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക,
നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട് 26-ന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്താണ് 5-ാമത്തെ കാര്യം കിടക്കുന്നത്. രണ്ട് വാക്കുകൾ അവിടെ ഉണ്ട്. യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഇടിവുകളെ നന്നാക്കും. ഇന്ന് രാത്രി ഓർമ്മിപ്പിച്ച് ഈ സഭയെ ഉണർത്തുന്നത്, ചിലത് പണിയപ്പെടും. കഴിഞ്ഞ നാളിൽ ചിലത് പണിഞ്ഞെങ്കിൽ ഇനിയും ചിലത് പണിയാൻ ദൈവം മതിയായവനാണ്. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചില പണികൾ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇനിയും ചില പണികൾ നടക്കും. ചില ഇടിവുകൾ എന്ന് പറഞ്ഞ ചില കുറവുകളുണ്ട്. ആ കുറവുകളെ ദൈവം നികത്താൻ പോവുകയാണ്. ചിലത് പണിയും, ചില ഇടിവുകൾ പണിയപ്പെടും. മറക്കരുതാത്ത 5 കാര്യങ്ങൾ ഇവിടെ ഓർപ്പിച്ചു. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരിക്കാം. ദൈവദാസന്മാരോട് ദയവായിട്ട് ശുശ്രൂഷയെ സഹകരിക്കണം. ഈ രാത്രി ഒരുമിച്ചൊന്ന് ആത്മാവിൽ ആരാധിച്ച്, ഓ രബ ശബ്ദന രഗതൽ ഘടക ജാന, അസാധാരണമായ ഹല്ലേലൂയ സ്തോത്രം, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്കായി ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മറക്കരുതാത്ത 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച്. ഒന്നാമത്തെ കാര്യം, വീണ്ടെടുപ്പ് മറക്കരുത്. വീണ്ടെടുപ്പുകാരനെ മറക്കരുത്. സകലത് ഉണ്ടാക്കുന്നത് ദൈവമാണ്, സകലത് സൃഷ്ടിക്കുന്നത് ദൈവമാണ്. സകല മന്ത്രവാദികളുടെ മന്ത്രവാദങ്ങളെയും സകല ശകുനവാദികളുടെ ഹല്ലേലൂയ ശകുന ദർശനങ്ങളെയും വ്യർത്ഥമാക്കുന്നത് ദൈവമാണ്. അഗീതോഫേലിന്റെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നത് ദൈവമാണ്. ശാപങ്ങളെ ക്യാൻസൽ ചെയ്യുന്നത് ദൈവമാണ്. ഉടബല ഹംദര റീദൽ ഘടകസിയ. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, എൻ്റെ ദാസന്മാർ പറഞ്ഞ ആലോചന പൂർത്തീകരിക്കപ്പെടും. ഒരാലോചന. പാസ്റ്ററേ, ഞാൻ 5 ദിവസമായിട്ട് ഈ മീറ്റിംഗ് സംബന്ധിക്കുന്നു. ഒരു ദൂത് എനിക്ക് ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. തുറന്നു പറയണം, എനിക്കൊരു ദൂത് കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി എനിക്കൊരു ദൂത് ആവശ്യമാണ്, എനിക്കൊരാലോചന ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവർ ലജ്ജ കൂടാതെ ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി ഇടപെടാൻ പോവുകയാണ്. ഒരു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കും ഇന്ന് രാത്രി. അവൻ്റെ ഇമ്പമേറിയ ശബ്ദം ഇന്ന് രാത്രി നിങ്ങളെ കേൾപ്പിക്കും. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ 5-ാമത്തതും, അല്ലെങ്കിൽ ചിലത് പണിയപ്പെടും, ചില ഇടിവുകൾ നികത്തപ്പെടും, ചില കുറവുകൾ നികത്തപ്പെടും. ഓ, നമ്മുടെ പരിമിതികൾ അറിയുന്ന ഒരു കർത്താവ്. സ്തോത്രം ചെയ്ത് ഒരുമിച്ചൊന്ന് ആരാധിക്കാം. ദൈവദാസന്മാരോട് ദയവായിട്ട് സ്റ്റേജിലോട്ട് എല്ലാ ദൈവദാസന്മാരോട് ഇങ്ങ് വന്നാട്ടെ. ഉടവര ഹംദര രാജൽ ഘടകസി. എല്ലാവർക്കും കൂടെ അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങ് മുന്നോട്ട് വന്നാട്ടെ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു നിയോഗത്താലാണ്. ഹല്ലേലൂയ. പെൺകുട്ടികളുടെ മേലൊരു അസാധാരണമായ ദൈവപ്രവൃത്തി ഈ രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രാത്രിയാ. കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാ. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ചേപെടുക്കുകയാണ്. ഉടവര ഹംദര രഗതൽ ഘടകസി. യായിറോസിന്റെ മകളെ തൊട്ടപ്പോൾ അവളുടെ ശ്രുതി നാടെങ്ങും പരന്നെന്ന വായിക്കുന്നത്. യേശു നിന്നെ തൊട്ടാൽ, യേശു നിങ്ങളെ സ്പർശിച്ചാൽ, നിങ്ങളുടെ ഭാവി അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. സ്വതന്ത്ര ചെയ്ത് ആരാധിച്ചാൽ